പൂവും വാലിട്ടേ കണ്ണുമായി യേശു കിളി മകളെ വാലിന്മേൽ പൂവും വേൽമുന കണ്ണു വന്നവേ. അപ്പോൾ ലാലേട്ടൻ്റെ മകൾ വിസ്മയ എല്ലാവർക്കും അറിയാം, ലാലേട്ടൻ്റെ ഫാമിലിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ലാലേട്ടൻ്റെ മകളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. ഈ കുട്ടി എന്താ ഇങ്ങനെ കുലുങ്ങുന്നത്, ഈ കുട്ടി എന്തിനാ ഇത്രയധികം ചിണുങ്ങുന്നത്, ക്യൂട്ട്നെസ് വാരി വിതറുവാണോ, ഇങ്ങനെയാണോ ഡ്രസ്സ് ധരിക്കുന്നത്, എന്താ ഈ കുട്ടിക്ക് മലയാളം അറിയില്ലേ, ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കത്തുള്ളൂ, ജാടയാണോ, അങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റുകളാണ് വിസ്മയക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിട്ടുള്ളത്. I'm so nervous, but yeah. I don't know what else to say, but I hope you guys enjoy the movie. ലാലേട്ടൻ്റെ മകൾ വിസ്മയ അഭിനയിക്കുന്ന സിനിമയുടെ റിലീസിംഗ് സംബന്ധിച്ച് പ്രൊമോഷനും ഒക്കെ ആയിട്ട് കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ചൊല്ലിയിട്ടാണ് അതിൽ ധരിച്ചിരുന്ന വസ്ത്രത്തെക്കുറിച്ചും അതിൽ ആ കൊച്ച് ഒരുപാട് കുലുങ്ങുന്നു, ഒരുപാട് കുലുങ്ങിക്കൊണ്ട് സംസാരിക്കുന്നു, ക്യൂട്ട്നെസ് വാരി വിതറുകയാണ്, ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, മലയാളം അറിയില്ല എന്ന് കുട്ടി പറയുന്നുണ്ട്. പിന്നെ ഇത് കുട്ടിയാണോ, 35 വയസ്സുള്ള അവരെ കുട്ടി എന്ന് വിളിക്കാനാവുമോ, അങ്ങനെ നിരവധി കമൻറ്റുകളാണ് വിസ്മയക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രയധികം വിമർശിക്കാനായിട്ട് ആ വീഡിയോയിൽ എന്താണുള്ളത്? ഒരു പ്രമുഖ നടൻ്റെ മകൾ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു, ആ സിനിമയുടെ പ്രൊമോഷൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടന്ന കുറച്ച് കാര്യങ്ങൾ ഈ ഓൺലൈൻ മീഡിയക്കാരെല്ലാവരും ഉണ്ട്, അവരുടെ സാന്നിധ്യം ആവശ്യമാണ്. അപ്പോൾ പല രീതിയിലായിരിക്കും നമ്മുടെ കയ്യിലേക്ക് ഈ വീഡിയോസുകൾ എത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാ വീഡിയോയ്ക്കകത്തും വിസ്മയ ഓടി നടന്ന് എല്ലാവരെയും പരിചയപ്പെടുന്നു, എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നു, എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, എല്ലാവരോടും നല്ല ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു, എന്തൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ മൈക്ക് കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മലയാളം അത്ര നന്നായിട്ട് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പം അതും ഒരു കുറ്റമാണ്. ശരിക്കും ഞാനൊന്ന് ചോദിക്കട്ടെ, ലാലേട്ടൻ്റെ മകൾ വന്ന് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നല്ല ഒരു ടിപ്പ് ടോപ്പിലൊക്കെ വന്നിട്ട് ആരെയും മൈൻഡ് ചെയ്യാതെ കാലുമേ കാലും കയറ്റിയൊക്കെ വെച്ച് ഇരുന്നിരുന്നു എങ്കിൽ ഇതേ സോഷ്യൽ മീഡിയ പറഞ്ഞിരുന്നേനെ അഹങ്കാരം, ജാട, നോക്കിക്കേ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആരോടെങ്കിലും മിണ്ടിയോ എന്നൊക്കെ പറഞ്ഞേനെ, കാലുമേ കാലും കയറ്റി വെച്ചിരിക്കുന്നു, കൂളിംഗ് ഗ്ലാസ് എന്തിനാണ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അന്നും പൊങ്കാലയിടാൻ ഈ സോഷ്യൽ മീഡിയ ഉണ്ടാവും. എന്ത് ചെയ്താലും കുറ്റമാണ്, കുറ്റം കണ്ടെത്തുവാൻ നമ്മൾ മലയാളികളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു പെൺകുട്ടി, അവിടെ വലിപ്പച്ചെറുപ്പം നോക്കാതെ, വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കാലുമേ കാലും കയറ്റി വെച്ചിരിക്കാം, ആരോടും വലിയ ഇത് കാണിക്കാതെ ഒരു ഹായ് പറഞ്ഞൊക്കെ വേണമെങ്കിൽ ജാടയിട്ട് നിൽക്കാം. കാരണം അവരത്രത്തേലും മേലെ തന്നെ ആണ് നിൽക്കുന്നത്. സിനിമയിലെ ഈ സിനിമാ ലോകത്തെ പ്രമുഖ നടൻ്റെ താരനിരയിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു നടൻ്റെ മകളാണ്. അപ്പോൾ ആ ഒരു മേൽവിലാസം തന്നെ മതി. പക്ഷെ അങ്ങനെയൊന്നും ഇവിടെ വിസ്മയെ കാണിച്ചില്ല. വിസ്മയ എല്ലാവരെയും ഓടിച്ചെന്ന് പരിചയപ്പെടുന്നു, എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നു, എല്ലാവർക്കും ഉമ്മ കൊടുക്കുന്നു, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നു. കുട്ടിത്തം നിറഞ്ഞ ആ ഒരു നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ എന്താണ് തെറ്റ്? ക്യൂട്ട്നെസ് വാരി വിതറാൻ ശ്രമിച്ചു, എന്തിനു വേണ്ടി? പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, മലയാളം അറിയത്തില്ല. നമ്മുടെയൊക്കെ വീടുകളിലെ ഇപ്പോൾ ഏത് കുട്ടികളെയാണ് നമ്മൾ മലയാളം മീഡിയത്തിൽ വിട്ട് പഠിപ്പിക്കുന്നത്? ഇപ്പം നമ്മളൊക്കെ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ ആഗ്രഹം കുട്ടിയെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് പഠിപ്പിക്കണം എന്ന് തന്നെയാണ്. ഇത്തിരി സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ വിട്ട് കുട്ടിയെ പഠിപ്പിക്കത്തുള്ളൂ. ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ മലയാളമല്ല പറയുന്നത്, ഇംഗ്ലീഷാണ് പറയുന്നത്. പിന്നെ ഇപ്പോഴത്തെ പേരൻസ് വീട്ടിലും കുട്ടികളോട് ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പം നമ്മുടെ സലൂണിലൊക്കെ വരുന്ന പേരൻസ് കുട്ടികളെയും കൊണ്ട് വരികയാണ്, കുട്ടികളോട് അവിടെ ഇരിക്കുക, അവിടെ എഴുന്നേക്കരുത് എന്നൊക്കെ പറയുന്നത് പോലും ഇംഗ്ലീഷിലാണ്, അവർ റിപ്ലൈ കൊടുക്കുന്നതും ഇംഗ്ലീഷിലാണ്. കുട്ടികളെ ആ ഒരു ലെവലിലേക്ക് വളർത്താനാണ് ഇന്ന് പല പേരൻസും ആഗ്രഹിക്കുന്നത്. അതൊരു തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം കേരളം വിട്ട് കഴിഞ്ഞാൽ എല്ലാ ഭാഷയും നമ്മൾ അറിഞ്ഞിരിക്കണം. മലയാളത്തെക്കാട്ടിൽ കൂടുതൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷാണ് മുഖ്യം. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നല്ലതുപോലെ അറിയാവുന്ന ഒരാൾക്ക് ഏത് രാജ്യത്ത് വേണമെങ്കിലും പോകാം. അപ്പോൾ അത് ഒന്നും മനസ്സിലാക്കാതെ അവർ പഠിച്ചതും വളർന്നതും കേരളത്തിലല്ല, കേരളത്തിന് പുറത്താണ്. അപ്പോൾ അവരുടെ ആ ഒരു ഇതിലാണ് വളർന്നിട്ടുള്ളത്. അപ്പോൾ എന്നിട്ടും ജാടയിട്ട് എനിക്ക് പുച്ഛം, അങ്ങനെയല്ല, എനിക്ക് മലയാളം സംസാരിക്കുന്നത് ഇഷ്ടമല്ല എന്നല്ല പറഞ്ഞത്. മലയാളം അറിയാത്ത കുട്ടി അറിയാവുന്ന രീതിയിൽ മലയാളം പറയുന്നുണ്ട്. പിന്നെ അതിന് ഏറ്റവും പെട്ടെന്ന് പറയാൻ പറ്റുന്നത് ഇംഗ്ലീഷാണ്.
അതിന് പോലും കുറ്റം കണ്ടുപിടിക്കുന്ന നമ്മൾ മലയാളികളെ സത്യം പറഞ്ഞാൽ നമിച്ചു. ഇവിടെ ഈ കുട്ടി ഇംഗ്ലീഷ് പറഞ്ഞതോ അല്ലെങ്കിൽ ഈ കുട്ടി ഒരുപാട് ക്യൂട്ട്നെസ് വാരി വിതറിയുന്നതോ അല്ലെങ്കിൽ ഈ കുട്ടി ഓടി നടന്ന എല്ലാവരോടും മിണ്ടി സംസാരിച്ചു, സ്നേഹം കാണിച്ചു, ഇതൊന്നുമല്ല. ലാലേട്ടൻ്റെ മകളായതുകൊണ്ടാണ് ഇത്രയധികം പറയുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴും ഇതിനിടയിൽ വന്ന് കമൻറ്റ് ഇടുന്നത് ഏറ്റവും കൂടുതൽ എന്താണെന്നറിയോ? ലാലേട്ടൻ്റെ മകളായതുകൊണ്ടല്ലേ, വലിയ നടൻ്റെ അല്ലെങ്കിൽ വലിയ കൊമ്പത്തുള്ളവരുടെ ആൾക്കാർ സെലിബ്രിറ്റിയുടെ മകളായതുകൊണ്ടല്ലേ നീ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് തന്നെ പറയും. കാരണം മഞ്ജുപിള്ളയുടെ മകളുടെ ഒരു വീഡിയോയ്ക്ക് ഞാൻ സപ്പോർട്ട് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റ് അങ്ങനെയായിരുന്നു. അപ്പോൾ സത്യം നമ്മൾ തിരിച്ചറിയുക, എന്താണ് ഏതാണ് എന്ന് തിരിച്ചറിയുക, അതിനുശേഷം വിമർശിക്കുക. ഇവിടെ ലാലേട്ടൻ്റെ മകളുടെ ഭാഗത്ത് യാതൊരുവിധ തെറ്റ്, നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ചു, നല്ല രീതിയിൽ കുട്ടി ഓടി നടന്ന എല്ലാവരോടും സംസാരിച്ചു. പിന്നെ 35 വയസ്സുള്ളവരെ കുട്ടി എന്ന് വിളിച്ചതും തെറ്റ്. എൻ്റെ പൊന്നു, 35 വയസ്സുണ്ടെന്ന് എവിടെയാണ് പറഞ്ഞത്? ഉണ്ടോ? അല്ല, എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ 35 വയസ്സുണ്ടെങ്കിലും നിങ്ങൾക്കെന്താ? നല്ല രീതിയിൽ അവളുടെ ആ കുട്ടിത്തം, ഇപ്പം വയസ്സാണോ ഇത് മുഖ്യം? ഒരാളെ നമ്മൾ ഏത് രീതിയിൽ കാണണം എന്ന് വയസ്സല്ല, നമ്മുടെ മനസ്സ്, നമ്മുടെ മൈൻഡ് എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും നമ്മൾ പ്രവർത്തിക്കുക, ആ രീതിയിലായിരിക്കും നമ്മളെല്ലാവരും നമ്മുടെ ഇടപെടൽ അങ്ങനെയായിരിക്കും. അതുപോലും മനസ്സിലാക്കാതെയാണ് ഇത്രയധികം ആൾക്കാർ വിവരദോഷം വിളിച്ച് പറയുന്നത്. പിന്നെ ഈ ഓടി നടന്ന് ലാലേട്ടൻ എല്ലാ ചാനലുകളിലും കയറി പ്രൊമോഷൻ കൊടുക്കുന്ന ഒരു സിനിമ എടുക്കുന്നവർക്കേ അറിയത്തുള്ളൂ ആ സിനിമ വിജയിക്കുന്നിടം വരെ അവർക്കുള്ളിൽ തീയാണ്. അപ്പോൾ ആ സിനിമ എത്രയധികം വിജയിക്കാം, മകളുടെ ആദ്യത്തെ സിനിമയാണ്, അവരെടുക്കുന്ന സിനിമയാണ്, അപ്പോൾ അതിന് പണം മുടക്കുന്നത് അവരാണ്, അത് നല്ല രീതിയിൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അതിന് മാക്സിമം അവർ ഇൻ്റർവ്യൂസ് കൊടുക്കും, മാക്സിമം അവർ പ്രൊമോഷൻസ് കൊടുക്കും, എല്ലാ ചാനലുകാരെയും വിളിക്കും. ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ചാനലുകാർ വേണം ഇതൊക്കെ ഒന്ന് വളർത്തിയെടുക്കണമെങ്കിൽ. അപ്പോൾ അതിനും കുറ്റം. ഈ പറയുമല്ലോ, പിന്നെ ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ദയവ് ചെയ്ത് ഇതുപോലെയുള്ള വൃത്തികെട്ട കമൻറ്റുകൾ ഇട്ട് ഈ വളർന്നു വരുന്നവരെ തളർത്താതെ ഈ വൃത്തികെട്ട കമൻറ്റുകൾ ഇടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. നിങ്ങളുടെയൊക്കെ വീട്ടിലെ കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിൽ അവർ നല്ലോണം ഇംഗ്ലീഷ് സംസാരിക്കും, എൻ്റെ കുട്ടി ഇംഗ്ലീഷേ പറയൂ എന്ന് പറയില്ലേ? അപ്പം അത്രയും നിങ്ങൾ കുറച്ച് കാണണ്ട. ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ നമുക്ക് അത്രയധികം പുറത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത്രയധികം നമുക്ക് വേണം, അറിഞ്ഞിരുന്നാൽ ഏറ്റവും നല്ലതാണ്. ഇംഗ്ലീഷ് പറഞ്ഞു എന്ന് വെച്ചിട്ട് അവർ മലയാളികളല്ലാതാവുന്നില്ല. പിന്നെ അവിടെ ജാടയിട്ടില്ല, കാലുമേക്കാലും കയറ്റിയിരുന്നില്ല, ആരെയും അനുസരിക്കാതെ നിന്നില്ല, ബഹുമാനം കാണിക്കാതെ നിന്നില്ല. അത്രയൊക്കെ പോരെ? ഇത്രയധികം ഒരു താരരാജാവിൻ്റെ മകളായ ഒരു മകൾ, ആ മകള് മറ്റുള്ളവരോട് പെരുമാറുന്ന ആ ഒരു രീതി തന്നെ നമ്മളെ അതിശയത്തോടെ നോക്കി നിർത്തുന്നതായിരുന്നു. ജാടയും കാണിക്കാതെ എല്ലാവരോടും സ്നേഹത്തോടെ ഓടി നടന്ന് അങ്ങോട്ട് ചെന്ന് മിണ്ടി അത്രയധികം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് വിസ്മയ അവിടെ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ദയവ് ചെയ്ത് ഈ കുറ്റം പറച്ചിൽ, ഈ കാണുന്നതിനകത്തെല്ലാം കുറ്റം കണ്ടുപിടിക്കാതെ നല്ലതിനെ നല്ലതായിട്ട് എടുക്കാൻ ശ്രമിക്കുക. എത്രയൊക്കെയാണെങ്കിലും ഇങ്ങനെയൊക്കെ വരൂ, ഇതിലപ്പുറമൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഇനിയിപ്പോൾ ഇതിനും വരും പൊങ്കാല ഇടാനായിട്ട്. അപ്പോൾ എന്തായാലും ലാലേട്ടൻ്റെ മകളുടെ തുടക്കം എന്ന് പറയുന്ന സിനിമ ഗംഭീരമായിട്ട് നല്ല വിജയത്തിലെത്തട്ടെ. ഒരു സിനിമയെന്ന് പറഞ്ഞാൽ ഒരാളുടെ കഷ്ടപ്പാടല്ല, ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. അപ്പം ആ സിനിമ എത്രയും നല്ല രീതിയിൽ വിജയിക്കട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും. അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.